ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കാശ്മീർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡാൽ ലേക്ക്, ആപ്പിൾ ഗാർഡന്, പെഹൽഗാം. മുഗൾ ഗാർഡൻ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഡാൽ ലേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു തടാകമാണ് ദാൽ തടാകം. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഷിക്കാര റൈഡ് വേറെ തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റിലും മലനിരകൾ, കോടമഞ്ഞ്, അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇങ്ങനെ ചെറിയ തോണികളിൽ കുറേ കച്ചവടക്കാർ വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്, ഫാൻസി ഐറ്റംസ്, കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ളതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പെഹൽഗാമിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ കുറേ മസ്റ്റാർഡ് ഫീൽഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു മനസ്സിൽ. പക്ഷെ മഴയായ കാരണം ഒന്നിനും പറ്റിയില്ല. പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരുപാട് പട്ടാളക്കാരെ കണ്ടു കേട്ടോ. അവരെ കണ്ടപ്പോൾ ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. നമുക്ക് വേണ്ടിയിട്ട് ഈ മഴയത്ത് അവർ കാവൽ നിൽക്കുകയാണ്. അവർക്ക് മഴയാണ്, മഞ്ഞാണ്, വെയിലാണ് എന്നൊന്നുമില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ റെസ്പെക്റ്റ് തോന്നി അവരുടെ അടുത്ത്. പെഹൽഗാമിൽ എത്തുന്നതിന് മുന്നെയാണ് ആപ്പിൾ ഗാർഡനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാശ്മീരിലുള്ള ഓരോ വഴികൾ കാണാനായിട്ടും പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പെഹൽഗാമിൽ പോകുമ്പോഴാണെങ്കിലും ഈ ഒരു വ്യൂ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചുറ്റിലും പൈൻ മരങ്ങൾ, കോടമഞ്ഞ്, പോരാത്തതിന് നല്ല മഴയും. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു പെഹൽഗാമിലേക്കുള്ള യാത്ര. ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് അവിടെയുള്ള ഓരോ പ്ലേസും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മുന്നിൽ വന്നിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് പെഹൽഗാം. പെഹൽഗാം എന്ന് പറയുന്നത് ഇടയന്മാരുടെ താഴ്വര എന്നാണ് മീനിങ് വരുന്നത്. മീനിങ് പോലെ തന്നെ അവിടെ കാണാനായിട്ടുള്ളത് കുറേ അധികം താഴ്വരകൾ തന്നെയാണ്. ഞങ്ങൾ പോയത് ബൈസരൻ വാലിയിലാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ബൈസരൻ വാലിയാണ് ഞങ്ങൾ കാണാനായിട്ട് പോയത്. മറ്റുള്ള വാലികളൊക്കെ പോകുന്ന വഴി ബ്ലോക്കായിരുന്നു. കാരണം മഴയാണല്ലോ. മഴയായ കാരണം അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അത് കാരണം ഞങ്ങൾ ബൈസരൻ വാലിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബൈസരൻ വാലിക്ക് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം കുതിരപ്പുറത്ത് പോകാനായിട്ടുണ്ടായിരുന്നു. ആ യാത്ര കുറച്ചൊരു ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും ഉള്ളതല്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുകളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ താഴ്വരയെ എന്തുകൊണ്ടാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് എന്ന്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പച്ച പുൽത്തകിടുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ചുറ്റും പൈൻ മരങ്ങൾ, ഹിമാലയൻ മലനിരകൾ, അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അവിടുന്ന് കണ്ടത്. അതുപോലെ തന്നെ നല്ല ഐസ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഐസ് മഴ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും അവിടെ വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ പെഹൽഗാമിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഇവിടെ അക്രമം ഉണ്ടായിട്ടുള്ളത്. അതറിഞ്ഞപ്പോൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും അത് തന്നെയാണ് ഓർക്കുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് കുറേ പാവപ്പെട്ട ആൾക്കാർ മരിച്ചു വീണു. വളരെ വേദനയോടു കൂടെയാണ് ഇത് ഓർക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ബദാം വാരിയിലും സോനാമർഗിലുമാണ്. ആ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. താങ്ക്